വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ജീവചരിത്രം പാർട്ട് 1. പാശ്ചാത്യരും പൗരസ്ത്യരും തുല്യപ്രാധാന്യത്തോടെ പൂജിച്ചാരാധിച്ചിരുന്ന പുണ്യപുരുഷനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കാവൽ പിതാവ് എന്ന മഹനീയ നാമം ഇദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ഇംഗ്ലീഷുകാരോടൊപ്പം പോർട്ടുഗീസുകാരും തങ്ങളുടെ കാവൽ പിതാവായിട്ടാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായെ അംഗീകരിച്ചിരിക്കുന്നത്. ഭാരതീയ ക്രൈസ്തവർ തങ്ങളുടെ കാവൽ പിതാവായി വിശുദ്ധ തോമാസ് ലീഹയെ ആദരിക്കുന്നത് പോലെയാണ് ഇംഗ്ലണ്ട്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ പുണ്യപുരുഷനായ ഗീവർഗീസ് സഹദായെ ആദരിക്കുന്നത്. സ്കോട്ട്ലൻഡിൽ സെന്റ് ആൻഡ്രൂസിനും വെയിൽസിൽ സെന്റ് ഡേവിസിനും അയർലൻഡിൽ സെന്റ് പാട്രിക്കിനും ഇതുപോലുള്ള ആരാധന ലഭിക്കുന്നുണ്ട്. ഹൃദയസ്പർശകമായ ഒരു കഥയോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഗീവർഗീസ് സഹദായുടെ ആരാധകർ അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തുക. കേവലം 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു യുവകോമളൻ ഡ്രാഗൺ എന്ന ഭീകരസർപ്പത്തെ വധിച്ച കഥ കേട്ടാൽ ആരാണ് അത്ഭുതം കൂറാത്തത്? ഉത്തര ആഫ്രിക്കയിലെ ലിബിയ രാജ്യത്താണ് ഈ കഥ നടന്നത്. ശാന്തിയും സമാധാനവും തളർത്തു നിന്നിരുന്ന ഐശ്വര്യപൂർണമായ ഒരു രാജ്യമായിരുന്നു ലിബിയ. പ്രജാതൽപരനും ദയാലുവുമായ ഒരു രാജാവാണ് അക്കാലത്ത് ലിബിയ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന് സുന്ദരിയും സുശീലയുമായ ഒരു പുത്രിയുണ്ടായിരുന്നു, സോഫിയ എന്ന രാജകുമാരി. ലിബിയ നിവാസികളുടെ മുഴുവൻ കണ്ണിലുണ്ണിയായിരുന്നു. സുന്ദരിയും സുശീലയുമായ സോഫിയ രാജകുമാരിയെക്കുറിച്ച് കേട്ടിട്ട് വിദൂര രാജ്യങ്ങളിൽ നിന്ന് പോലും ചക്രവർത്തിയാകും കുമാരന്മാരും രാജകുമാരന്മാരും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ലിബിയൻ രാജാവിൻ്റെ അരമന സന്ദർശിച്ചിരുന്നു. പക്ഷേ തനിക്ക് അനുരൂപനായ ഒരു വരനെ ആ രാജകുമാരന്മാരിൽ നിന്നോ ചക്രവർത്തി കുമാരന്മാരിൽ നിന്നോ തിരഞ്ഞെടുക്കുവാൻ സോഫിയ രാജകുമാരിക്ക് കഴിഞ്ഞിരുന്നില്ല.